മിമിക്രി കലാകാരനായ ടിനി ടോമിനെതിരെ കടുത്ത ആരോപണങ്ങളാണ് നടി അൻസിബ ഹസൻ ഉന്നയിച്ചിരിക്കുന്നത്. ആക്ടേഴ്സിന്റെ സംഘടനയായ അമ്മയിൽ നിന്ന് താൻ രാജിവെക്കാനുള്ള കാരണം ടിനി ടോം ആണെന്ന് അൻസിബ പറയുന്നു. താൻ എല്ലാവരെയും മതം മാറ്റാൻ നടക്കുന്ന ഒരാളാണെന്നും ജിഹാദി ആണെന്നും വിളിച്ച് ടിനി ടോം അധിക്ഷേപിച്ചതായി അൻസിബ ആരോപിച്ചു. തനിക്ക് പലരുമായും അവിഹിതം ഉണ്ടെന്ന് ടിനി ടോം പറഞ്ഞു പരത്തിയ കാര്യവും നടി പറയുന്നുണ്ട്. അമ്മയുടെ ജോയിന്റ് സെക്രട്ടറി ആയതു മുതൽ പല കാര്യങ്ങളിലും അഭിപ്രായ വ്യത്യാസങ്ങൾ പറയുമ്പോൾ ടിനി ടോമിൽ നിന്നും മോശം അനുഭവങ്ങൾ ഉണ്ടായതായി അൻസിബ പറയുന്നു. ടിനി ടോം പല നടന്മാരോടും നടിമാരോടും തന്നെക്കുറിച്ചുള്ള അവിഹിത കഥകൾ പ്രചരിപ്പിക്കുന്നതായി മനസ്സിലാക്കിയെന്നും അൻസിബ പറഞ്ഞു. നടി നീന കുറുപ്പ് പറഞ്ഞാണ് താൻ ഈ കാര്യങ്ങൾ അറിഞ്ഞത്. ഒരു നടിയെ തകർക്കാൻ അവിഹിത കഥകൾ ധാരാളമാണല്ലോ. എന്നാൽ അതിനേക്കാൾ തന്നെ വിഷമിപ്പിച്ചത് താൻ മതം മാറ്റാൻ നടക്കുന്ന ഒരു ജിഹാദിയാണ് എന്ന ആരോപണമായിരുന്നു. ഞാൻ ടിനി ടോമിന്റെ ഡ്രൈവറെ ഇസ്ലാമിലേക്ക് പരിവർത്തനം ചെയ്യാൻ ശ്രമിച്ചെന്നാണ് അയാൾ പറഞ്ഞു നടക്കുന്നത്. എന്നെ മത തീവ്രവാദിയാക്കി ജിഹാദി എന്ന് വിളിച്ചു. ഇങ്ങനെ പറഞ്ഞു നടക്കുന്ന ഒരാളുടെ കൂടെ ഇരുന്ന് എങ്ങനെയാണ് വർക്ക് ചെയ്യുക? ടിനി ടോം കാരണമാണ് ഞാൻ രാജിവെക്കുന്നതെന്ന് അമ്മയിലെ മുതിർന്ന അംഗങ്ങൾക്കെല്ലാം വോയിസ് മെസ്സേജ് അയച്ചിരുന്നുവെന്നും അൻസിബ പറയുന്നു. ഇതിനെതിരെ മിമിക്രി താരം ടിനി ടോം പ്രതികരിച്ചത് എങ്ങനെയാണെന്ന് കൂടെ നോക്കാം. അൻസിബയുടെ ഈ ആരോപണങ്ങളെല്ലാം പൂർണ്ണമായും അടിസ്ഥാനരഹിതമാണെന്നാണ് ടിനി ടോം പറയുന്നത്. കൂടാതെ അൻസിബ തനിക്ക് സ്വന്തം സഹോദരിയെ പോലെയാണെന്നും തന്റെ ഭാഗത്തു നിന്നും അവർക്കെതിരെ മോശമായ യാതൊരു പെരുമാറ്റവും ഇതുവരെ ഉണ്ടായിട്ടില്ലെന്നും അദ്ദേഹം പറയും. സ്റ്റേജ് ഷോകൾക്കും മറ്റും പോകുമ്പോൾ ഉണ്ടാകുന്ന ചെറിയ തർക്കങ്ങൾക്കപ്പുറം വ്യക്തിപരമായി ആരെയും താൻ അധിക്ഷേപിച്ചിട്ടില്ല. തന്നെക്കുറിച്ച് ഇത്തരത്തിലില്ലാത്ത കാര്യങ്ങൾ മറ്റാരോ അൻസിബയോട് പറഞ്ഞ് വിശ്വസിപ്പിച്ചതാകാമെന്നും അദ്ദേഹം പറയുന്നു. താൻ അൻസിബയെ ജിഹാദി എന്ന് വിളിച്ചെന്നും മതം മാറ്റാൻ ശ്രമിക്കുന്നുവെന്ന് ആരോപിച്ചെന്നുമുള്ള വാദങ്ങളെയും ടിനി ടോം നിഷേധിക്കുന്നു. എന്റെ സുഹൃത്തുക്കളിൽ കൂടുതലും മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരാണ്. മമ്മൂക്കയും നാദിർഷയും ഒക്കെയാണ് എന്നെ സിനിമയിലേക്ക് കൊണ്ടുവന്നത്. ആരെയും മതം മാറ്റാനുള്ള അറിവോ കഴിവോ എനിക്കില്ല എന്നും ടിനി ടോം പറയുന്നു. അമ്മ സംഘടനയിൽ വളരെ സജീവമായി പ്രവർത്തിക്കുന്ന ആളാണ് താൻ. തനിക്ക് ലഭിക്കുന്ന വരുമാനത്തിൽ നിന്നും സ്വന്തമായി പണം ചെലവാക്കിയാണ് സംഘടനയുടെ പല കാര്യങ്ങളും നടത്തുന്നത്. തന്റെ ഈ വളർച്ചയിൽ പലർക്കും ഭയവും അസൂയയും ഉണ്ടെന്നും ടിനി ടോം പറഞ്ഞു. അമ്മയിൽ പ്രശ്നങ്ങളുണ്ടാക്കി സംഘടനയെ തകർക്കാനാണ് ചിലർ ശ്രമിക്കുന്നതെന്നും അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി. എന്തൊക്കെയാണ് ഈ ടിനി ടോം പറയുന്നതെന്ന് നോക്കാം. ഇയാളുടെ സുഹൃത്തുക്കളിൽ ചിലർ മുസ്ലിം ആയതുകൊണ്ട് വർഗീയത പറയില്ലെന്നാണ് ഇയാളുടെ അവകാശവാദം. വാസ്തവത്തിൽ അവരുടെ മറപറ്റിയാണ് ഇയാൾ വർഗീയത പറയുന്നത്. നേരത്തെ മലയാളത്തിന്റെ നിത്യഹരിത നായകൻ പ്രേം നസീറിനെ വളരെ മോശമായ രീതിയിൽ അപമാനിച്ച ആളാണ് ഈ ടിനി ടോം. അതെന്തിനാണ് എന്ന് ചിന്തിച്ചു നോക്കിയിട്ടുണ്ട്. അന്തരിച്ചൊരു മഹാനടനെ കുറിച്ച് എന്തിനാണ് ഇയാൾ പരാമർശം നടത്തണം? തിക്കുരിശ് മുതൽ സത്യനടക്കമുള്ള പഴയ നടന്മാരെ കുറിച്ച് ഒന്നും പറയാതെ പ്രേം നസീറിനെ മാത്രം അവഹേളിക്കാൻ ശ്രമിച്ചത് എന്തിനാണെന്ന് സാമാന്യ ബോധമുള്ള മലയാളികൾക്ക് മനസ്സിലാകും. ചിറയൻകീഴിലെ അബ്ദുൽ ഖാദർ എന്ന പ്രേം നസീറിനെ ഒരു കാര്യവുമില്ലാതെയാണ് ഇയാൾ അപമാനിച്ചത്. എല്ലാവരും ഒറ്റക്കെട്ടായി നസീർ സാറിന് വേണ്ടി ശബ്ദം ഉയർത്തിയതോടെ അന്ന് ടിനി ടോം സാർ മാപ്പ് പറഞ്ഞ് തടിയൂരുകയായിരുന്നു. മറ്റൊരു കാര്യം ടിനി ടോം പറയുന്നത് തന്റെ പണം കൊണ്ട് അമ്മയുടെ സംഘടനാ പ്രവർത്തനം നടത്തുന്നു എന്നൊക്കെയാണ്. മമ്മൂട്ടിയും മോഹൻലാലും ഒക്കെയുള്ള ഈ വലിയ സംഘടന ഈ മിമിക്രിക്കാരന്റെ ചെലവിലാണ് നടക്കുന്നത് എന്നത് ഞെട്ടിക്കുന്ന ഒരു സത്യം തന്നെയാണ്. പിന്നെ ഇയാൾ പറയുന്നത് ആരെയും മതം മാറ്റാനുള്ള കഴിവ് തനിക്കില്ലെന്നാണ്. ഇവിടെ അതല്ല ചർച്ചാ വിഷയം. മറ്റൊരാൾ മതം മാറ്റാൻ ശ്രമിച്ചു എന്ന് താങ്കളാണ് ആരോപിക്കുന്നത്. അവരെ ജിഹാദി എന്ന് വിളിക്കുന്നതും താങ്കളാണ്. ഈ വിഷയത്തിൽ താങ്കളെ പിന്തുണച്ചുകൊണ്ട് പ്രശസ്ത സിനിമാ താരം പ്രിയങ്കയും രംഗത്ത് വന്നത് കണ്ടു. നിങ്ങളൊക്കെ ഒരേ ടീമാണെന്ന് അറിഞ്ഞതിൽ വളരെ സന്തോഷവുമുണ്ട്. അൻസിബ ഹസൻ ഈ പറയുന്ന മിമിക്രി സ്റ്റാർ ടിനി ടോമിന്റെ ഡ്രൈവറെ മതപരിവർത്തനം ചെയ്യാൻ ശ്രമിച്ചു എന്നുള്ളത് നമ്മുടെ സമൂഹം വളരെ ശ്രദ്ധയോടെ നോക്കിക്കാണേണ്ട ഒരു കാര്യമാണ്. നമുക്കെതിരെ നിൽക്കുന്നത് ഒരു മുസ്ലിം മത വിശ്വാസിയാണെങ്കിൽ അയാളെ താഴ്ത്തിക്കെട്ടാൻ ഏറ്റവും എളുപ്പം അയാൾ മതവർഗീയവാദിയാണെന്ന് പറഞ്ഞ് പരത്തുന്നതാണ്. ആ വൃത്തികെട്ട കളിയാണ് ടിനി ടോം ഇപ്പോൾ നടത്തുന്നത്. ടിനി ടോം അയാളുടെ ഡ്രൈവറുടെ കാര്യത്തിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സംശയവും വേണ്ട, ടിനി ടോമാണ് യഥാർത്ഥ വർഗീയവാദി. ഇക്കാലം അത്രയും ഒരു പ്രധാനപ്പെട്ട റോളും ചെയ്യാതെ മിമിക്രി കാണിച്ചവർ മലയാള സിനിമാ നടന്മാരുടെ കൂട്ടായ്മയിൽ ഇപ്പോൾ അഴിഞ്ഞാടുകയാണ്. ഇയാൾ ആരെയും കേട്ടാൽ അറക്കുന്ന തെറി വിളിക്കുന്നുണ്ട്. വർഗീയവാദിയായി ചിത്രീകരിക്കാം. അമ്മയുടെ പ്രധാന ഭാരവാഹികളെല്ലാം അയാൾക്കൊപ്പം നിൽക്കുന്നു എന്നത് തന്നെയാണ് അയാൾക്ക് ഇതൊക്കെ ചെയ്യാൻ കൂടുതൽ ബലം നൽകുന്നത്. ഇതിനു പുറമെ നടി നീന കുറുപ്പിനെ ടിനി ടോം വൃത്തികെട്ട രീതിയിൽ തെറി വിളിക്കുകയും അടിക്കാൻ കയ്യോങ്ങുകയും ചെയ്തിട്ടുണ്ട്. ഇക്കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തി ടിനിക്കെതിരെ നീന കുറുപ്പ് അമ്മ പ്രസിഡന്റിനും സെക്രട്ടറിക്കും രേഖാമൂലം പരാതിയും നൽകിയിട്ടുണ്ട്. അങ്ങനെ ഒരു കഥ കൂടി ഇനി പറയാൻ ബാക്കിയുണ്ട്.